നിന്റെ ഈ സിനിമ പൂർത്തിയായിട്ടില്ലല്ലോ. അത് പൂർത്തിയാവണ്ടേ? അതുവരെ ഇവിടെ നിന്ന് നിനക്ക് പോവാൻ പറ്റണ്ടേ? ഞാൻ പറയുന്നത് കേൾക്ക്. ഇപ്പൊ തൽക്കാലം ഈ വീട്ടിൽ ആരും കാണാൻ പാടില്ല. എന്റെ ഈശ്വര, ഇവിടുത്തെ ബന്ധുക്കൾ ആരെങ്കിലും കണ്ടാ നിമിഷം വിളിക്കുമല്ലോ. ആ, അതൊന്നും കുഴപ്പമില്ല. എന്നെ പോലിരിക്കുന്ന വേറെ ആരെങ്കിലാണെന്ന് വിചാരിച്ചോളും. നീ എന്ത് ഈസിയായിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നീ എന്ത് ഈസിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ കാണുന്നേ? ഇവിടുത്തെ കാര്യം മാത്രാണോ? അച്ഛൻ ഇത് കണ്ടാലോ? അച്ഛൻ കണ്ടാൽ ഉറപ്പായിട്ട് നമ്മൾ രണ്ടുപേരെയും വിളിപ്പിക്കും. അതോടെ ഇത് എന്നേക്കുമായിട്ട് അവസാനിക്കുകയും ചെയ്യും. എന്തൊരു കഷ്ടമാ. ആദ്യമായിട്ട് ഇത്രയും വലിയൊരു കാര്യം നടന്നപ്പോ അതൊന്നും പുറത്തു പറയാൻ പോലും പറ്റില്ലെന്ന് വെച്ചാ. ഓ, നിനക്ക് നല്ല സന്തോഷമുണ്ട്, അതെനിക്കറിയാം. പക്ഷെ ഇപ്പൊ നീ ഇതുള്ളിൽ ഒതുക്കിയേ പറ്റൂ, അല്ലെങ്കിൽ പ്രശ്ന. നീ പേപ്പറിങ് തന്നെ, ഞാനിത് വേറെ എവിടെയെങ്കിലും മാറ്റി വെച്ചോളാം. എന്റെ കൃഷ്ണ, ഇത് വേറെ ആരും കാണില്ലേ? തമിഴ് സിനിമയാണെന്നൊക്കെ പറഞ്ഞപ്പോ ഇവിടുത്തെ പത്രത്തിൽ നിന്നും വരില്ലെന്നാ ഞാൻ കരുതി. അതാ ഞാൻ സമ്മതിച്ചു പോയേ. ഇവിടെയുള്ളവരോ അച്ഛനോ ആരറിഞ്ഞാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. അങ്ങനെ അറിഞ്ഞ പ്രിയങ്കയെ സിനിമയിലേക്ക് വിട്ടത് ആരാ? രാധിക. ഏത് രീതിയിൽ നോക്കിയാലും എനിക്ക് ലാഭം. ഞാനേ എന്റെ കൂട്ടുകാരികളെ വിളിച്ച് പറയട്ടെ. ആരോടും പറയണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്റെ കൂട്ടുകാരികൾ എന്താ ഇവിടെ വന്ന് കൊട്ടിഘോഷിക്കാൻ പോവാണോ? ഇനി അവരൊന്നും കാണരുതെന്ന് ചേച്ചി പ്രാർത്ഥിക്കണ്ട കേട്ടോ. അച്ഛൻ കാണരുതെന്ന് മാത്രം പ്രാർത്ഥിച്ചാ മതി. ഭഗവാനെ, ഒരു കാരണവശാലും അച്ഛൻ പത്രത്തിൽ അത് കാണരുത്. കണ്ടാൽ അച്ഛനോട് പറഞ്ഞ വാക്ക് തെറ്റിച്ചതിന്റെ പേരില് അച്ഛൻ എന്നോടായിരിക്കും പിണങ്ങ്. ഒരിക്കലും അച്ഛനത് കാണിക്കല്ലേ. ദേവേട്ട ചായ. ദേഹത്ത് വീണോ ദേവേട്ട? ഇല്ല, കുഴപ്പമില്ല. പത്രം ആകെ നാശമായല്ലോ. ഞാൻ വേറെ ചായ കൊണ്ടുവരാ. മതി മതി, കുഴപ്പമില്ല. അവിടെ കിടന്നോട്ടെ. ഹലോ മുത്തശ്ശി. എന്താടി, എന്താ ഇത്ര സന്തോഷത്തില്? സന്തോഷത്തിന്റെ കാരണം എന്താണെന്ന് അറിയണോ? ആ, മുത്തശ്ശി ആ പത്രം ഒന്ന് എടുത്ത് നോക്കിയേ. എന്താ പത്രത്തില്? പത്രത്തില് സിനിമയുടെ ന്യൂസ് വന്നിട്ടുണ്ട്. എന്റെ പടവും ഉണ്ട്. ആഹാ,
ഞാൻ നായികയായതിനെ കുറിച്ച് കുറെ എഴുതിയിട്ടുണ്ട്. ഞാൻ നോക്കാം മോളെ. പക്ഷെ പത്രം ഇപ്പൊ അച്ഛന്റെ കയ്യിലാണെന്നാ തോന്നുന്നേ. അയ്യോ മുത്തശ്ശി, അച്ഛൻ കാണാൻ നോക്കണം. അതെന്തിനാ? അച്ഛൻ കണ്ട പ്രശ്നമല്ലേ? ആർക്ക്? ഹ്, എടി ദേവനാരായണൻ അത് കണ്ട നിനക്കെന്താ പ്രശ്നം? നിന്നെ ഡാൻസ് കളിപ്പിക്കാനെന്നും പറഞ്ഞു വിളിച്ചോണ്ട് പോയത് അവളല്ലേ? അല്ല, അപ്പൊ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും അവളെയല്ലേ ചോദ്യം ചെയ്യേണ്ടത്? എടി നമുക്കും അത് തന്നെയല്ലേ ആവശ്യം? അത് ശരിയാ. പക്ഷെ അച്ഛൻ ഇപ്പൊ അത് കാണാതിരിക്കുന്ന നല്ലത്. ഷൂട്ടിംഗ് ഇനിയും ഉണ്ടല്ലോ. എന്തെങ്കിലും തടസ്സം പറഞ്ഞാ അതങ്ങ് മുടങ്ങി പോവില്ലേ മുത്തശ്ശി? അതോർത്തിട്ടാ ഇപ്പൊ ഞാൻ പറയുന്നത്. എടി, അപ്പൊ സിനിമ വരുമ്പോഴോ? അപ്പൊ അറിയില്ലേ? ഞാൻ നായികയായിട്ട് ഒരു സിനിമ പുറത്തിറങ്ങുമ്പോ ആരെങ്കിലും അറിഞ്ഞാൽ എന്താ മുത്തശ്ശി? ഞാൻ ഫൈറ്റ് ചെയ്ത് നിക്കില്ലേ? ഓഹോ, സിനിമ പുറത്തിറങ്ങണം. എന്നെ ഈ നാട് മൊത്തം അറിയണം. എന്നിട്ട് വേണം എന്നെ ചതിച്ചവളെ എനിക്ക് ഒറ്റിക്കൊടുക്കാൻ. ആ അങ്ങനെ പറ. ആ, എന്തായാലും നിന്റെ ആഗ്രഹങ്ങൾ ഓരോന്നോരോന്നായിട്ട് സാധിക്കുന്നുണ്ടല്ലോ. നീ ഒരു വലിയ നടിയായിട്ട് വേണം നിന്റെ മുത്തശ്ശിയാണെന്നും പറഞ്ഞ് എനിക്കൊന്ന് അഹങ്കരിക്കാൻ. അങ്ങനെ ഞാനൊരു വലിയ നടിയായ ഞാൻ എവിടെ പോയാലും മുത്തശ്ശി കൊണ്ടുപോവില്ലേ? ആ, പത്രക്കാരുടെയും ടിവിക്കാരുടെയും ഒക്കെ മുന്നില് എന്നെ ഇങ്ങനെ വളർത്തി വലുതാക്കിയത് ഒരേ ഒരാളാ, അതെന്റെ മുത്തശ്ശിയാണെന്ന് ഞാൻ പറയില്ലേ? ഇപ്പൊ ഇങ്ങനൊക്കെ നീ പറയും. പക്ഷെ വലുതായി കഴിയുമ്പോഴേ നീ എന്നെ അങ്ങ് മറന്നുപോവും. മുത്തശ്ശിയെ മറക്കണെങ്കിലേ ഞാൻ വേറൊരു ജന്മം കൂടി ജനിക്കണം. മുത്തശ്ശി എന്റെ ആരാ? എന്റെ മോട്ടിവേറ്റർ അല്ലേ? അതെന്തുവാടി? അത് മുത്തശ്ശി, ഒരാളിങ്ങനെ തളർന്നു പോകുമ്പോ ഈ പറഞ്ഞു പറഞ്ഞ് അയാളിങ്ങനെ ആവേശം കുത്തി നിറക്കില്ലേ? ആ, മനസ്സിലായി മനസ്സിലായി. സിനിമ പുറത്തു വരട്ടെ, എന്നിട്ട് ഞാൻ മുത്തശ്ശിക്ക് വലിയൊരു സമ്മാനം തരുന്നുണ്ട്. ആ പിന്നെ മുത്തശ്ശി, എന്റെ പഴയ കൂട്ടുകാര് എത്ര പേര് വിളിച്ചോന്നറിയോ? അവർക്കൊക്കെ അത്ഭുതമാ ഇത്രയും വലിയ സിനിമയിൽ ഞാൻ നായികയായതില്. പക്ഷെ എന്ത് ചെയ്യാനാ, അറിഞ്ഞത് ആഘോഷിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി ഞാൻ. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ കാവടി എടുത്ത് ആടിയേനെ.